ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള പെയിൻ. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോർമൽ പെയിൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നൊക്കെ. ആ വീഡിയോ കാണാത്തവർക്കായി ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കുന്നതായിരിക്കും. അതൊന്ന് കയറി കണ്ട ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള പെയിൻ, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ചിലതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്താൽ ലൈഫ് ലോങ് നമുക്ക് അതുകൊണ്ട് പല പ്രോബ്ലംസും ഉണ്ടാകും. ഇത്തരത്തിലുള്ള പെയിൻ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഷാർപ്പായിട്ടുള്ള ഒരു പെയിൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം. ആ പെയിൻ ഒട്ടും നോർമൽ അല്ല. മസിൽ പെയിൻ അല്ലാണ്ട് നമ്മുടെ ജോയിന്റ്സിൽ, അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ്, നീ ജോയിന്റ്, അങ്ങനെ എൽബോ, അങ്ങനെ എന്തെങ്കിലും ജോയിന്റിൽ നമുക്ക് മസിലല്ലാണ്ട് നമുക്കൊരു ബോൺ പോലെ അല്ലെങ്കിൽ ജോയിന്റിൽ നമുക്കൊരു ഏരിയയിൽ നമുക്ക് പെയിൻ തോന്നുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ സോർനെസ് ഉള്ള ആ ഏരിയ അല്ലെങ്കിൽ ആ മസിൽ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് നല്ല സ്വെല്ലിങ് തോന്നുക, റെഡ് കളർ പോലെ കളർ ചേഞ്ച് വരിക, അല്ലെങ്കിൽ അവിടെ നമുക്ക് വളരെ ഹീറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നുക, നല്ല ഒരു പെയിൻ തോന്നുക. അത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് നോർമൽ പെയിൻ അല്ല എന്ന് തന്നെ കരുതണം. വേദനയുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുക, ഡോംസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 1 വീക്ക് വരെയൊക്കെയാണ് ആ പെയിൻ നിൽക്കുന്നത്. അതിനുശേഷം ആ വേദന കുറയാറാണ് ചെയ്യാറ്. എന്നാൽ ദിവസം കൂടുന്തോറും വേദന അല്ലെങ്കിൽ പെയിൻ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പെയിൻ ഒട്ടും നോർമൽ ആവില്ല. അതുപോലെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ ഒരു മൂവ്മെന്റ് ചെയ്യാണ്ട് ഇരിക്കുന്ന ടൈമിലും നമുക്ക് ആ വേദന ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്, അത് നല്ല ഷാർപ്പായിട്ടുള്ള വേദന തോന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പെയിനും നമുക്ക് നോർമൽ പെയിൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതും ഡോംസും രണ്ടും 2 പെയിനാണ്. അപ്പോൾ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇത് ആക്ച്വലി നമ്മുടെ ബോഡി നമുക്ക് തരുന്ന ഒരു സൈനാണ്. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നോ ഒക്കെ നമ്മുടെ ബോഡി നമുക്ക് വാണിംഗ് തരുമായിരിക്കും. സോ ഇത്തരം പെയിനുകൾ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ചിലർ കരുതും ജിമ്മിൽ പോയിട്ടുണ്ടാവുന്ന പെയിൻ ആണ്, ഇത് നോർമൽ ആണ് എന്നൊക്കെയായിരിക്കും ചിലർ കരുതുന്നത്. പക്ഷെ അല്ല, ഇത്തരത്തിലുള്ള പെയിൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പെയിൻ ഉള്ള സമയത്ത് നോ പെയിൻ നോ ഗെയിൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും പോയി നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ കൂടുതൽ വേസ്റ്റ് ആക്കിയുള്ളൂ. ആ പ്രോബ്ലത്തിൽ നിങ്ങളത് കൂടുതൽ വഷളാക്കായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇത്തരത്തിലുള്ള പെയിൻ ഉണ്ടായാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. അങ്ങനെ പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വേദന ഒരുപാട് തോന്നുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഐസ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രെയിനറിനോട് നിങ്ങൾ തുറന്നു പറയണം, നിങ്ങൾക്ക് ഇന്ന ഏരിയയിൽ ഇന്ന ഭാഗത്ത് നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എന്നുള്ള കാര്യം ട്രെയിനറിനോട് ഓപ്പൺ ആയി പറയണം. ട്രെയിനറിന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല നിങ്ങൾക്ക് ഇഞ്ചുറി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ പറയാണ്ടിരുന്നാൽ ആ ആൾ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ തരുകയോ ചെയ്യും. അതുപോലെ ഇത്തരത്തിലുള്ള പെയിൻ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. പെയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെയോ ഒരു ഫിസിയോനെയോ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള പെയിൻ അനുഭവപ്പെട്ടാൽ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ആ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ജിമ്മിലെ ട്രെയിനറിനോട് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലെ ഉള്ള ക്ലയൻസ് ആയിരിക്കും അവരോട് ചോദിച്ചൊന്നും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. അത്തരത്തിലുള്ള ട്രെയിനർമാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നോ പറയാൻ ഒരിക്കലും മടിക്കരുത്. അവർ പറയുന്നത് കേട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടായേക്കാം. ഒരിക്കലും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ പറയുന്നത് പോലെ ആയിരിക്കില്ല കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലുള്ള ട്രെയിനർമാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നോ പറയുക തന്നെ വേണം. നമ്മുടെ ബോഡി ഒരിക്കലും മറ്റൊരാൾക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാനുള്ളൊരു കാര്യമാക്കി നിങ്ങൾ മാറ്റരുത്. സോ ട്രെയിനേഴ്സിനോട് തന്നെ ചോദിച്ച് വർക്കൗട്ടുകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ജിമ്മിൽ പോകുന്നത് നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ നമ്മൾ ജിമ്മിൽ പോകുന്നത്. സോ നമുക്ക് പോകുന്നതിന്റെ ശരിയായ ഉദ്ദേശത്തോട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രോപ്പർ റൂൾസ് ഒക്കെ പാലിച്ച് അതുപോലെ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഫോമിലൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും കഴിവതും ഇഞ്ചുറിയൊക്കെ ഒഴിവാക്കി സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.